എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും, അപ്പൊ അതുകൊണ്ടായിരിക്കും. അറിയില്ല ഉം. സാറ്. അതാ തുടങ്ങിക്കോളൂ സാറേ. ഞാൻ വെറുതെ ഒന്ന് ചർച്ചയ്ക്ക് വേണ്ടി തുടങ്ങാം. അതെ, മതി മതി മതി. ആ ആ, ഈ നൽവാഴ്വിനെ പറ്റിയൊന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ. കാരണം ആ കഴിഞ്ഞ സെഷനിൽ പരാമർശിച്ച ഗ്രാസ് റൂട്ട് പുല്ലുവേര് തലത്തിനെ കുറിച്ച് തന്നെയാണ് എനിക്ക് അത് നീതു എൻ്റെ ആ ശബ്ദലേഖനത്തിൻ്റെ എഴുത്ത് പതിപ്പ് അയച്ചു തന്നപ്പോഴതിൽ ഒരുപാട് ഗ്യാപ്പുകൾ അല്ല, അത് അഡ്രസ്സ് ചെയ്യാന്ന് വിചാരിക്കുകയായിരുന്നു. എന്താണ് ഈ പുല്ലുപേര് തലം എന്ന് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് കുറച്ചുകൂടി വ്യക്തമാക്കാൻ, എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു തൃണമൂല തലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നത്, അതൊന്നുകൂടി വ്യക്തമാക്കാനാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതിലൊരു പ്രശ്നം എനിക്ക് തോന്നിയത് തുടക്കം മുതൽ കഴിഞ്ഞ സെഷനിൽ ഞാനത് വ്യക്തമാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. നൽവാഴ്വിനെ കുറിച്ചുള്ള എന്തോ ആയിക്കോട്ടെ അതിനെപ്പറ്റി ആരായാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ ആരാണ് ഈ നമ്മൾ എന്നുള്ളതും നമ്മൾ എങ്ങനെയാണ് അതിന് വേണ്ടി സജ്ജരാകുക എന്നുള്ളതും കൂടി എന്നതാണ് അതിലൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്. അതാണ് ഈ ഗ്രാസ് റൂട്ട് തലത്തിലേക്ക് സങ്കല്പനത്തിലേക്ക് പോകാൻ കാരണം. എങ്ങനെയാണ് മനുഷ്യര് ഇവിടെ കൂടിയിരിക്കുന്ന ആളാണെങ്കിലും ആരായിക്കോട്ടെ ആയിരിക്കൽ സുസ്ഥിരമാവാൻ വേണ്ടി എങ്ങനെ സ്വയം സജ്ജരാവണം, അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള അന്വേഷണത്തിൽ സ്വയം എങ്ങനെ യോഗ്യരാവണം എന്നുള്ളത് ആണ് എനിക്ക് ചോദ്യമായിട്ട് എൻ്റെ മുന്നിൽ വരുന്നത്. അതായത് കൂടിച്ചേരുന്ന ആളുകൾ എങ്ങനെയുള്ള മനുഷ്യരാണ്, എങ്ങനെയുള്ള ജീവികളാണ്, സത്വങ്ങളാണ്. അതിനെക്കുറിച്ചുള്ള ചില ചിന്തകളാണ് ഈ ജീവികളെ എങ്ങനെയാണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്, ഏത് പോയിന്റിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, ഏത് തലത്തിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് പ്രശ്നത്തിൽ നിന്നാണ് ഈ ചർച്ച ഇങ്ങനെയുള്ളൊരു ആശയത്തിലേക്ക് ഞാൻ വരാൻ കാരണം. സാമൂഹികമായ ഐഡന്റിറ്റികളുള്ള വിചാരങ്ങളും ആശയഗതികളും ലോകവീക്ഷണങ്ങളും സമയവീക്ഷണങ്ങളും കാഴ്ചപ്പാടുകളൊക്കെ ഉള്ള അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ആ ജീവിയാണോ ആ മനുഷ്യരാണോ ഈ നൽവാഴ്വിനെ കുറിച്ച് അന്വേഷിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അവരുടെ ഇപ്പോഴുള്ള ബോധമണ്ഡലത്തിൻ്റെ അല്ലെങ്കിൽ വ്യവഹാരത്തിൻ്റെ ആ ലോജിക്കിലാണോ ഇത് ചർച്ച ചെയ്യപ്പെടുന്നത്, അതിൻ്റെ തർക്കശാസ്ത്രത്തിലാണോ ചർച്ച ചെയ്യപ്പെടുന്നത്? ഇത്തരം ചോദ്യങ്ങളാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉന്നയിച്ചത്. അപ്പം കഴിഞ്ഞ
പ്രാവശ്യം ഞാൻ സൂചിപ്പിച്ചു വന്ന് ഒരു പിന്നെ ബീയിങ്ങിന്റെ ഒരു അലർട്ട്നെസ്സിനെ പറ്റിയിട്ട്. ഈ അലർട്ട്നെസ് ഒരു എൻഗേജ് ചെയ്യുന്ന മനുഷ്യരുടെ, സാമൂഹികമായി എൻഗേജ് ചെയ്യുന്ന മനുഷ്യരുടെ, അല്ലെങ്കിൽ ഇതന്നെ അന്വേഷിക്കാൻ വേണ്ടി കൂടിച്ചേരുന്ന മനുഷ്യരുടെ ഒരു പ്രകടമായ മനുഷ്യരുടെ ഈ ബോധതലത്തിൻ്റെ, അല്ലെങ്കിൽ അവർക്ക് പ്രസൻ്റാണ്, തങ്ങൾ പ്രസൻ്റാണ്, സന്നിഹിതരാണ് എന്ന് ഉള്ള ബോധ്യമുള്ള, അവരെങ്ങനെയാണോ തങ്ങൾ സന്നിഹിതരായിരിക്കുന്നത് ഈ കൂടിച്ചേരലിൽ അല്ലെങ്കിൽ സാമൂഹ്യ ജീവിതത്തിൽ, അതേക്കുറിച്ചുള്ള അവരുടെ സാമൂഹ്യമായ വ്യാവഹാരികമായ അവയർനെസ് ആണോ ഈ അന്വേഷണത്തിൻ്റെ തലം എന്നാണ്. ഈ അന്വേഷണ തലം അതായിരിക്കില്ല എന്നാണ് കഴിഞ്ഞ സെഷനിൽ ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് അത് ഇങ്ങനെ നേർക്കുനേർ വരുന്ന മനുഷ്യർ, നേർക്കുനേർ കാര്യങ്ങൾ സംസാരിക്കാൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സന്നിഹിതരായിരിക്കുന്ന ഈ മനുഷ്യർ അവരുടെ ഇപ്പോഴത്തെ ആ പ്രസൻസിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ, അതിനെ ഇൻ്ററോഗേറ്റ് ചെയ്യുന്നതിലൂടെ മാത്രമേ ഒരു ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ എത്താൻ പറ്റുമെന്നാണ്. അതായത് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് തന്നെ ഒരു ഗ്രാസ് റൂട്ട് ലെവലാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് അതൊരു തൃണമൂല തലം തന്നെയാണ്. ആളുകൾ നേരെ വരികയാണ്. അല്ലാണ്ട് വേറെ രീതിയിലുള്ള ആയിട്ടുള്ള വേറെ രീതിയിലുള്ള ഫോർമാറ്റുകളൊന്നും ഉപയോഗിക്കാതെ നേർക്കുനേരെ വരുന്നത്. പക്ഷെ നേർക്കുനേരെ വരുമ്പം സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്ക്, ഭാഷയിലെ വിനിമയം തുടങ്ങുമ്പോഴേക്ക് ഈ വ്യവഹാരങ്ങളുടെ നേർക്കുനേറിനെ ക്യാൻസൽ ഔട്ട് ചെയ്യുന്ന വ്യവഹാരങ്ങളുടെ ഒരു തലത്തിലേക്ക് ആണ് പിന്നീട് അത് പെട്ടെന്ന് അതിനെ ക്യാരക്ടറൈസ് ചെയ്യുന്ന, ആ കമ്മ്യൂണിക്കേഷനെ ക്യാരക്ടറൈസ് ചെയ്യുന്ന ഈ വ്യവഹാരങ്ങളുടെ ഒരു ഘടനയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അത് നേർക്കുനേരായിരിക്കുമ്പോഴും അവർ നേർക്കുനേരല്ല. അത് വേറെന്തൊക്കെയാണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ്റെ, അല്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷനെ പറ്റി ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞ വെച്ചാൽ അവരുടെ ആ തലം, അവർ നിൽക്കുന്ന തലമാണ് ഞാൻ പറഞ്ഞത്. വെറുതെ ഒരാളുടെ സ്റ്റാൻഡിങ്, ആ സ്റ്റാൻഡ് ചെയ്യുന്ന അവരുടെ ആ നിലമ എന്താണ്, നില എന്താ, നില എന്താ, ആ നില ഈ തരത്തിലുള്ള ഒരു സാമൂഹികമായ ജീവിതത്തിൻ്റെ ഒരു സുസ്ഥിതിയെ കുറിച്ചുള്ള അന്വേഷണങ്ങൾക്ക് പര്യാപ്തമാണ്. അതുകൊണ്ടാണ് ആ നേർക്കുനേറായിട്ടുള്ള ആ ഇരിപ്പിൻ്റെ, കൂടിച്ചേരലിൻ്റെ, അതിൻ്റെ തന്നെ ഒരു ആ തൃണമൂല തലത്തിൻ്റെ തന്നെ ഒരു തൃണമൂല തലത്തിലേക്കുള്ള ഒരു നീക്കം ആവശ്യമാണെന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. അപ്പം അതിനെ വേണമെങ്കിൽ ഇങ്ങനെ അപ്പൊ അതില് ഇപ്പൊ യോഗ്യത എന്നുള്ള ഒരു വാക്ക് ഞാൻ ഉപയോഗിച്ചു. അത് യോഗ്യത എന്ന് വെച്ചാൽ ആരാണ് യോഗ്യർ എന്നുള്ള, ആരും യോഗ്യരല്ല, അല്ലെങ്കിൽ എല്ലാവരും യോഗ്യരാണ്. പക്ഷെ ഏത് തരത്തിലുള്ള ആളുകളുടെ പ്രസൻസ് ആണ്, ആളുകളുടെ ഏത് തരത്തിലുള്ള പ്രസൻസ് ആണ് അതിൽ യോഗ്യമല്ലാത്തത്? അത് യോഗ്യമല്ലാതെ അവിടെ പറയുന്ന പര്യാപ്തമല്ല. അതായത് ഒരു തരത്തിൽ ഇങ്ങനെ ചോദിക്കാം, കണ്ടീഷൻസ് ഈ അലർട്ട്നെസ്, അവരവരുടെ ആ ബീയിങ്ങിന്റെ കുറിച്ച് തന്നെയുള്ള അലർട്ട്നെസ് എന്നുള്ളത്, അലർട്ട് ആവുക എന്നുള്ളത്, അലർട്ട് ആവുന്നതിന് അതിലെ വ്യാവഹാരികമാവും മറ്റു തരത്തിലുള്ള നിർണയങ്ങൾ
അപര്യാപ്തമാണെന്ന് വരികയാണെങ്കിൽ ഈ കണ്ടീഷൻസ് ഓഫ് അവയർനെസ് എന്താണെന്നുള്ളൊരു ചോദ്യം. ആർ ദർ കണ്ടീഷൻസ് ഫോർ അവയർനെസ്? കാരണം കണ്ടീഷൻസ് ചിലത് കണ്ടീഷൻസ് അല്ല എന്ന്, ചിലത് അതിന് വിപരീതമാണ്. ഒരു അവയർനെസ്സിനെ സംബന്ധിച്ചോളം, ഗ്രാസ് റൂട്ടിലുള്ള ഒരു അവയർനെസ്സിനെ സംബന്ധിച്ചിടത്തോളം പര്യാപ്തമല്ല എന്ന് പറയുമ്പം അത്തരത്തിലുള്ള കണ്ടീഷനിൽ അവയർനെസ് സാധ്യമല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഒരു കണ്ടീഷൻസ് ഓഫ് അവയർനെസ് എന്നുള്ളത് വിഭാവനം ചെയ്യാവുന്ന, അതായത് അത് ഈ നമ്മുടെ ഡയറക്റ്റ് ചെയ്യുന്നത് മനുഷ്യരുടെ ഉണ്മയും അതിൻ്റെ തുറവും എന്നുള്ള ഒരു ചോദ്യത്തിൽ, ഈ ഉണ്മയെ അടച്ചു കളയുന്ന, ആ തുറവിനെ അടിച്ചു കളയുന്ന കാര്യങ്ങൾ എന്താണ് അതിനെ അടച്ചു കളയുന്നത്? ഇത്തരത്തിലുള്ള ഒരു ചോദ്യമാണ് അത്. ഇത് വീണ്ടും എന്ത് തരത്തിലുള്ള സ്വപ്നങ്ങളാണ് നമ്മൾ എന്നുള്ളത് ഉള്ള ചോദ്യത്തിലേക്ക് അപ്പോൾ ശരീരത്തിനെ പറ്റിയിട്ടും അതിൻ്റെ നിർണ്ണയനങ്ങളെ പറ്റിയിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. ഈ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു വ്യവഹാരത്തിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മുടെ അന്വേഷണങ്ങളെ നിർണയിക്കുകയാണെങ്കിൽ ഈ വ്യവഹാരങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതായത് മാനുഷിക ജീവിതത്തിൻ്റെ വെൽബീയിങ്ങിനെ എപ്പോഴും പ്രശ്നത്തിൽ ചെന്ന് ചാടിക്കുന്ന വ്യവഹാരങ്ങൾക്ക് തന്നെ ആ വ്യവഹാരങ്ങളുടെ ലോജിക് കൊണ്ട് തന്നെ അതിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കാൻ സാധിക്കുമെന്ന് തോന്നില്ല. ഒരു അസംഷനാണ്. കാരണം അതിനൊരു റിപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്വഭാവമുണ്ട്. അതായത് ഇറ്റ് റിപ്രൊഡ്യൂസസ് ഒരു പ്രത്യേക രീതിയിലുള്ള റിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ വ്യവഹാരം. ഈ മനുഷ്യർ തന്നെ അവരുടെ ഈ വ്യവഹാരം പ്രത്യേക റിലേഷനെ റിപ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ റിലേഷനാൽ റിപ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതാണ് മനുഷ്യരുടെ തന്മയെന്ന് വെച്ചാൽ അവരുടെ ആ സത്വം തന്നെ ആ രീതിയിൽ റിപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഈ രീതിയിലുള്ളൊരു വിശ്വ സർക്കിൾ, ഒരു വിഷമവൃത്തത്തിലാണ് മനുഷ്യരുടെ ജീവിതം ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ വ്യവഹാരങ്ങളെ ചോദ്യം ചെയ്യുക എന്നുള്ളത്, അതായത് മനുഷ്യര് നിൽക്കുന്ന അല്ലെങ്കിൽ മനുഷ്യർ ഉൾപ്പെട്ടിട്ടുള്ള വ്യവഹാരങ്ങളെ പരിശോധിക്കുക എന്നുള്ളത് ഈ അലർട്ടാവുക എന്നുള്ളതിന് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ അതിന് വിടുക എന്നുള്ളതെങ്കിലും അത്യാവശ്യം. വിടുക എന്നുള്ളത് ഒരു വിത്തൗട്ട് എനി ഫർദർ തിങ്കിങ്, ജസ്റ്റ് ഡ്രോപ്പ് ദാറ്റ് വൺസ് ബീങ് സിറ്റുവേറ്റഡ് ഇൻ എ വ്യവഹാരം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം ഇങ്ങനെ സാമൂഹികമായി ഒരു സാമ്പ്രദായികമായി ഒരു വ്യവസ്ഥാപരമായി
ജീവിക്കുന്നത് തന്നെയാണ് മനുഷ്യർക്ക് യാതന ഉണ്ടാക്കുന്നതെങ്കിൽ അത് വിടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പക്ഷെ ഞാൻ അവിടെ അത്തരം ചോദ്യങ്ങൾ ഞാൻ പലപ്പോഴായിട്ട് ഉന്നയിക്കേണ്ടായിരുന്നു. പക്ഷെ അതല്ല ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ഒരു കൺസേൺ. അത് ഈ പുല്ലുവേര് തലത്തിലേക്ക് എങ്ങനെ കടക്കാം എന്നുള്ള ഗ്രാസ് റൂട്ട് ലെവലിലേക്ക്, അല്ലെങ്കിൽ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് എങ്ങനെ കിടക്കാം എന്നുള്ള, എങ്ങനെ അതിൽ നിൽക്കാം എന്നുള്ള. എന്തിനാന്ന് വെച്ചാൽ അത് ഈ നൽവാഴ്വ് എന്നുള്ളതിനെ നമുക്ക് കൂടുതൽ തെളിച്ചു തരുമോ എന്നുള്ളതുകൊണ്ട്, തരാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ മനുഷ്യരുടെ ജീവിതത്തിൽ, അത് മുമ്പ് ഞാൻ കഴിഞ്ഞ പൂജാ അവധിക്കാലത്തെ ചർച്ചകളിൽ ഒരു ക്രിട്ടിക് ഓഫ് ടൈം ഞാൻ അവതരിപ്പിക്കുന്നുണ്ടായി. ആ ടൈം എന്നുള്ള സങ്കല്പം മനുഷ്യരുടെ വ്യാവഹാരികമായ ആ ജീവിതത്തിൽ എങ്ങനെ നിർണായകമായി തീരുന്നു എന്നുള്ളത്, ടൈം എന്നുള്ള സങ്കല്പം ഇങ്ങനെ നിർണായക തീരുന്നു എന്നുള്ളത് ഞാൻ ടൈം എന്നുള്ള അതിനെ ക്രിട്ടിക്ക് ചെയ്തുകൊണ്ട് സംസാരിക്കേണ്ടതാണ്. അപ്പം ഈ ടൈം എന്നുള്ളത് ഒരു യഥാർത്ഥമായ ഒരു കാര്യമാണ്. അതായത് ടൈം റിയൽ അല്ല. ഇതായിരുന്നു എൻ്റെ ഒരു വാദം ഉണ്ടായി. അപ്പം ടൈമിന് ഞാൻ പറയാൻ കാരണം വെച്ചാൽ മനുഷ്യർക്ക് ഈ വ്യവഹാരങ്ങളുടെ മേലുള്ള ഹോൾഡ്, അല്ലെങ്കിൽ അതിൻ്റെ ആ വ്യവഹാരികമായ അത് ഈ എൻടാങ്കിൾഡ് ആയിട്ടുള്ള ഒരു ജീവിത രൂപത്തെ അതിലേക്കുള്ള അതിനെ ഹുക്ക് ചെയ്യുന്നു, അതിലേക്ക് അതിനെ പിടിച്ചു നിർത്തുന്നത് ഈ ടൈം എന്നുള്ള സങ്കല്പം. അതായത് മനുഷ്യന്റെ ടൈം ഒരു സമയഘടന, മനുഷ്യരുടെ സാങ്കല്പികമായി മനുഷ്യരുണ്ടാക്കിയ ഒരു സമയഘടനയാണ് അതിലേക്ക് മനുഷ്യരെ പിടിച്ചു നിർത്തുന്നത്. അതുകൊണ്ടാണ് ഞാൻ ടൈം എന്നുള്ളൊരു സമയം എന്നുള്ള ഒന്നിനെ നോക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഒരു പ്രോസസ്സിനെ എടുക്കുകയാണെങ്കിൽ പ്രോസസ്സ് മനുഷ്യരുടെ ലോകത്തിൻ്റെ പ്രാപഞ്ചികമായിട്ടുള്ള കാര്യങ്ങളെ നോക്കുകയാണെങ്കിൽ അതൊരു പ്രോസസ്സ് എന്നുള്ള നിലക്ക് എടുക്കുകയാണെങ്കിൽ ആ പ്രോസസ് ഈസ് നോട്ട് ഇൻ ടൈം ആക്ച്വലി. ഇതാണ് എൻ്റെ ഒരു വാദം. പ്രോസസ്സ് ടൈമിനെ ആവശ്യപ്പെടുന്നില്ല. പ്രോസസ്സിനെ നോക്കുമ്പോൾ മാത്രമേ ടൈം ആവശ്യം എന്നുള്ളതാണ് ഒരു വാദം. അപ്പം ഇത് കുറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, കാരണം ഞാൻ വളരെ ദീർഘമായി ഒരു സമയത്ത് അതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഒരു ജീവിക്കുന്ന ഒരു ശരീരത്തെ അല്ലെങ്കിൽ ആ ശരീരം എന്നുള്ളത് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനെ ഒബ്ജക്റ്റീവായിട്ട് അവിടെയുള്ള ഒന്നായിട്ട് നോക്കുന്നതിന് പകരം നമ്മളതാണെന്നുള്ള രീതിയിൽ ആ ജൈവ ശരീരത്തിൻ്റെ അവയർനെസ് എന്നുള്ള നിലക്ക് അതിനെ എങ്ങനെ ഒരു ടൈമില്ലാതെ സമയത്തിൻ്റെ ഒരു പരാമർശമില്ലാതെ ഫ്രെയിമിലല്ലാതെ എങ്ങനെ അതിനെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് എനിക്ക് തോന്നുന്നു. ആ ബോഡി, ഒരാളുടെ ശരീരം എന്നുള്ളത് ആ പ്രോസസ്സായിട്ട് അനുഭവിച്ചുകൊണ്ട് എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുക എന്നുള്ളത്. where the time is not a factor. ഈ പ്രോസസ്സ് ടൈമില്ല എന്നുള്ള അതിൻ്റെ ചെറിയൊരു വാദം അത് ചെയ്തൊന്ന് വ്യക്തമാക്കാനായിട്ട്
അണ്ടർസ്റ്റാൻഡ് വെക്കാനായിട്ട് ചില കാര്യങ്ങൾ പറയാം ഒരു ചുരുക്കത്തിൽ. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഇറ്റ്സ് നോട്ട് എ പ്രോസസ് ഈസ് നോട്ട് സംതിങ് ഹാപ്പനിങ് ഇൻ ടൈം. പകരം എങ്ങനെ എടുക്കുക, പ്രോസസ് ഈസ് ആക്ടിവിറ്റീസ് ഇൻ സ്പേസ് എന്ന് എടുക്കുക. സ്പേഷ്യലായിട്ട് സംഭവിക്കുന്ന ഒരു ആക്ടിവിറ്റി ആയിട്ട് പ്രോസസ്സിനെ എടുക്കുക. എന്താണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് സ്പേഷ്യലി മെറ്റീരിയലൈസ് ചെയ്തിരിക്കുന്നതായിട്ട് പറയാം. അതിലെന്തൊക്കെ ഇപ്പം മനുഷ്യനെ സംബന്ധിച്ചോളം അതിൽ ഫിസിയോളജിക്കലായിട്ടുള്ളതും ജനറ്റിക് ആയിട്ടുള്ള ഇതും പിന്നെ ട്രേറ്റ്സ് ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പലതരത്തിലുള്ള ബോഡി സിസ്റ്റത്തിൻ്റെ വേരിയസ് ആയിട്ടുള്ള കണക്റ്റഡും കണക്റ്റഡ് അല്ലാത്തതായിട്ടുള്ള പല ഘടകങ്ങൾ ചേർന്നിട്ടുള്ള പ്രോസസ്സിലൂടെ മെറ്റീരിയലൈസ് ചെയ്യുന്നതായിട്ട്. സോ അത് അപ്പോൾ അവിടെ ഞാൻ ശ്രദ്ധ തിരിക്കുന്നതെന്ന് വെച്ചാൽ എക്സ്പീരിയൻസിങ് ദ പ്രോസസ്സ് എന്നുള്ളതാണ്. അതായത് ഈ പ്രോസസ്സിൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ളതിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിനെ ഒരു ടൈമിൽ പോകുന്ന, ഇപ്പം ഇന്ന ദിവസം ഇന്ന കൊല്ലം ജനിച്ച് ഇന്ന സമയത്ത് എന്നൊക്കെ ചെയ്ത് എന്നൊക്കെയുള്ള രീതിയിൽ ഒരു ശരീരത്തിൻ്റെ ഹിസ്റ്ററി തേടുന്നതിന് പകരം, അതിൻ്റെ ഒരു സമയഘടനയിൽ അതിനെ മനസ്സിലാക്കുന്നതിന് പകരം ആ പ്രോസസ്സിന് എക്സ്പീരിയൻസ്. അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ എപ്പോഴും എടുത്തു കഴിഞ്ഞാൽ, എപ്പോഴും എന്നുള്ളത് വീണ്ടും സമയത്തിൻ്റെ ഇതാണ്, നമ്മൾ ഒരു ശരീരത്തിനെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ജൈവികമായിട്ടുള്ള അതിൻ്റെ അവസ്ഥ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് ദാറ്റ് ഈസ് മെറ്റീരിയലൈസ്ഡ് ആണ്. ഒരു പ്രോസസ്സ് മെറ്റീരിയലൈസ് ചെയ്തിട്ടൊരു പ്രോസസ്സാണ്. നൗ അതിന് ഒരു ടൈമില്ല, ആ പ്രോസസ്സിന് ഒരു ടൈമില്ല. അപ്പോൾ അത് ഉദാഹരണത്തിന് നമ്മൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ അതൊരു സ്പീഷീസ് ഇവോൾവ് ചെയ്തിട്ട് ഒരു സ്പീഷീസിൻ്റെ ഒരു വേരിയേഷനാണ്, അല്ലെങ്കിൽ ഒരു സ്പീഷീസിൻ്റെ ആവിർഭാവത്തോടു കൂടിയിട്ടുണ്ടായിട്ടുള്ള ചില ഫീച്ചേഴ്സാണത്. അപ്പോൾ ആ സ്പീഷീസിന് മുമ്പ് വേറൊരു സ്പീഷീസ് ഉണ്ട്. അങ്ങനെ രീതിയിൽ നോക്കുന്നതിന് പകരം ഞാൻ പറയുന്ന ചില അങ്ങനെ ഹിസ്റ്റോറിക്കൽ അല്ലാതെ ആ ജീവിയുടെ ആ ജീവി ഇപ്പോൾ റിയലൈസ് ചെയ്യുന്ന സ്വഭാവവിശേഷങ്ങളോട് കൂടിയിട്ട്, ലക്ഷണങ്ങളോട് കൂടിയിട്ട് അതിൻ്റെ ബീയിങ്, അതിൻ്റെ ആ ആയിരിക്കൽ, അതിലാണ് ഞാൻ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ ആയിരിക്കലിൽ ടൈമില്ല അവിടെ, ആ പ്രോസസ്സ് മാത്രമല്ല. ഈ ആയിരിക്കലിൻ്റെ ഈ ലക്ഷണങ്ങൾ, ഈ ടെൻഡൻസീസ്, ഡ്രൈവുകളൊക്കെ അത് പ്രസൻസ് അല്ല, പാസ്റ്റും അല്ല, ഫ്യൂച്ചറും ഇല്ലാത്തതുകൊണ്ട് പ്രസൻസും ഇല്ല. ദാറ്റ് ഈസ് എ പ്രോസസ് വിത്തൗട്ട് എനി ടെമ്പോറൽ ഡൈമെൻഷൻ. പക്ഷെ അൺലെസ് ഇറ്റ് ഈസ് കോഡഡ് ആൻഡ് കോൾഡ് ബാക്ക് ഓർ കളക്റ്റഡ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ നോക്കുക. ഇത്തരത്തിലുള്ള ഈ പ്രോസസ്സിനെ ടൈമിൽ കൺസീവ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി അതിനെ എക്സ്റ്റേണലൈസ് ചെയ്ത് കാണുക എന്നുള്ള കൂടിയ വരും. ഞാൻ പറഞ്ഞ ടൈം എന്നുള്ളത് ഒരു ഫങ്ഷണലായിട്ടുള്ള പർപ്പസിനെ പറ്റി ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. ടൈമിൽ നിന്നുള്ളൊരു ഫങ്ഷണലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ, അത് സാമൂഹിക ജീവിതത്തിൽ ആളുകൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഒരു ഓണ്ടോളജിക്കലായിട്ടുള്ള രീതിയിലൊരു ടൈം, അതായത് സൈക്കോളജിക്കൽ ടൈമാണ് ഞാനിവിടെ ചോദ്യം ചെയ്യുന്നത്. സൈക്കോ ടൈം എന്നുള്ള കൺസെപ്റ്റ്, അതായത് മനുഷ്യരുടെ വ്യവഹാരിക ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ ഈ ഓണ്ടോളജിക്കൽ ടൈമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ടൈമാണ്. അതിൻ്റെ അഫക്റ്റിൻ്റെ ഒരു ഹിസ്റ്ററി, അതിൻ്റെ ബീയിങ്ങിൻ്റെ ആയിരിക്കലിൻ്റെ ഒരു ഹിസ്റ്ററി, ആയിരിക്കലിൻ്റെ ഒരു ടെമ്പോറാലിറ്റി, അതാണ് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇത് വെസ്റ്റേൺ ഫിലോസഫിയിലും വെസ്റ്റേൺ സിവിലൈസേഷനിലുള്ള ടൈമിൻ്റെ സങ്കല്പത്തിന് നേരെ വിരുദ്ധമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് അത് വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു പൊസിഷനാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. നമ്മൾ ഒരു പ്രോസസ്സിൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ളത് ആ പ്രോസസ്സിൻ്റെ ഒരു ഗിവൺ മെറ്റീരിയലൈസേഷൻ ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. പ്രോസസ്സിൻ്റെ
ഒരു ഗിവൺ മെറ്റീരിയൽ. ഉദാഹരണത്തിന് നമ്മൾ രോഗം ഉണ്ടായിരിക്കുക എന്ന് പറയുന്ന സമയത്ത് ആ രോഗം എന്നുള്ള ഒരു പ്രോസസ്സിൻ്റെ തിരിച്ചറിയൽ ഒരു ഗിവൺ ആ മെറ്റീരിയലൈസേഷൻ ഓഫ് ദ പ്രോസസ്സാണ് അത് രോഗമായിട്ട് അനുഭവിക്കുന്നത്, രോഗം എന്നുള്ള അനുഭവിക്കുന്നത്. സോ ഇപ്പോൾ ആയിരിക്കലിൻ്റെ ഒരു അവയർനെസ്, ആയിരിക്കലിൻ്റെ ഒരു അനുഭവം ആയിട്ടാണ് ആ രോഗം കാണുന്നത്. ഇത് തന്നെയാണ് മെറ്റീരിയലൈസേഷൻ ഓഫ് ദ പ്രോസസ്. ഇതൊരു അനുഭവിക്കുന്നത് അത് ഒരു ആ അനുഭവം എന്നുള്ളതിൽ പ്രോസസ്സിന്റെ മെറ്റീരിയലൈസേഷനാണ്. ഇതെങ്ങനെയാ വെച്ചാൽ അതൊരു മോഡിഫിക്കേഷൻ ഓഫ് ദ ബോഡി. ഈ മോഡിഫിക്കേഷൻ ഓഫ് ദ ബോഡി ഒബ്ജക്റ്റീവായിട്ട് അവിടെ നടക്കുന്ന ഒരു കാര്യമില്ല. അത് ബോഡിയുടെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട്, ബോഡിയുടെ എക്സ്പീരിയൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് അഫക്റ്റായിട്ട് ആ ബോഡിക്ക് ഉണ്ടാവുന്നത്. അതാണ് അതിൻ്റെ ആയിരിക്കലിൻ്റെ ഉപരിതലത്തിൽ ആ ബോഡി ഉപരിതലിച്ചാൽ അത് സർഫേസ് ചെയ്യുന്നത്, അതായത് ബോഡി അത് സെൻസ് ചെയ്യുന്നത് ഈ ആയിരിക്കലിൻ്റെ ചില ഗുണങ്ങൾ, അതിൻ്റെ സവിശേഷതകൾ, അതിൻ്റെ പലതരത്തിലുള്ള മാറ്റങ്ങളും പ്രോസസ്സിന് നടക്കുന്ന ചെറിയ അല്ലെങ്കിൽ ബിറ്റായിട്ടുള്ള പല പ്രോസസ്സിൻ്റെ പല ആസ്പെക്റ്റുകൾ അത് അഫക്റ്റായിട്ട് ബോഡി അനുഭവിക്കും. സോ ആയിരിക്കലിൻ്റെ ആ തലം, അതായത് അതിൻ്റെ ഏറ്റവും ആ സർഫേസ് രീതിയിൽ അതിൻ്റെ തലമാണ് ഈ ബോഡിയുടെ ഈ അഫക്റ്റ് എന്ന് വേണമെങ്കിൽ പറഞ്ഞു. അപ്പം അതിൽ ടൈമല്ല വരുന്നത്, അതിൽ ആ അഫക്റ്റാണ്. ഇപ്പം നമ്മൾ ഈ സമയത്ത് എനിക്ക് വേദന ഉണ്ടാവുമെന്ന് പറയുമ്പോൾ ആ സമയം അവിടെ ഇല്ല. മൊമെന്റ് ആ വേദനയും ശരീരത്തിൻ്റെ വേദന അഫക്റ്റ് മാത്രമേ അവിടെ ഉള്ളൂ. സോ നമ്മളത് പിന്നെ ആ മെമ്മറിയിൽ കൂടി നമ്മളതിനെ രജിസ്റ്റർ ചെയ്ത് കോഡ് ചെയ്ത് റിക്കളക്ട് ചെയ്ത് അത് വേറെ അനുഭവങ്ങളായിട്ട് എൻകോഡഡ് ആയിട്ടുള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ള മറ്റു അനുഭവങ്ങളൊക്കെ മെമ്മറിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അനുഭവങ്ങളായിട്ട് റിലേറ്റ് ചെയ്യുമ്പോഴും മാത്രമാണ് ടെമ്പോറാലിറ്റി അവിടെ വരുന്നത്. അപ്പം ആ റിലേറ്റ് ചെയ്യുന്ന രീതിയിൽ മനുഷ്യർ അവൻ്റെ എക്സിസ്റ്റൻസിനെ പ്രത്യേക രീതിയിൽ ആക്കി തീർക്കുന്നത് ഇതിലൂടെയാണ് ഈ വ്യവഹാരത്തിൻ്റെ ഒരു ലോകം തന്നെ വരുന്നത്. അത് മാത്രമല്ല, ഒരുപാട് അങ്ങനത്തെ നിയമങ്ങൾ, പല ലെജിസ്ലേഷൻ, മറ്റു രീതിയിലുള്ള പല ഓർഡറിങ് ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ആയിരിക്കലിന് പ്രത്യേക രീതിയിൽ റിയലൈസ് ചെയ്യുന്നത് സോഷ്യൽ ലൈഫിൽ. ഞാൻ പറയാം, അതാണ് ഒരു പോയിന്റ് പറയാം. ഈ നമുക്ക് ശരീരത്തിൻ്റെ ഈ മോഡിഫിക്കേഷന് വ്യത്യസ്തമായ ഒരുപാട് മോഡിഫിക്കേഷൻസ് ശരീരത്തിൽ ഉണ്ടാവുന്നത്, അത് ഈ ശരീരം അനുഭവിക്കുന്നതിൻ്റെ ശാരീരികമായ അനുഭവത്തിൻ്റെ ഒരു മാട്രിക്സ് ആണെന്ന് വേണമെങ്കിൽ പറയും. ഒരു ഇമാജിനേഷൻ, ഒരു ടെമ്പോറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ടൈമിൻ്റെ ഒരു ഇമാജിനേഷനിലാണ്, ടെമ്പോറൽ ആയിട്ടുള്ളൊരു ഇമാജിനേഷൻ ആവശ്യമാണ്. ഇതൊരു ടൈമിൽ സംഭവിക്കുന്നതാണെന്നുള്ള എടുക്കുന്നത്. ഈ ടെമ്പോറലായിട്ടുള്ള ഇമാജിനേഷൻ എന്നുള്ളത് ഫിസിക്കലായിട്ട് അതിൻ്റെ ഒരു കണ്ടീഷൻസ് ഉണ്ടാവും. അതിപ്പം ഓർമ്മയിൽ ഉണ്ടാവും, അത് റീകോൾ പറ്റാന്നൊക്കെ ഉള്ള ഫിസിക്കലായിട്ടുള്ള അതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അതിന് ഉണ്ടായിരിക്കാം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ എന്നുവെച്ചാൽ അതിൻ്റെ മെമ്മറിയും അതിൻ്റെ ന്യൂറോണൽ ആയിട്ടുള്ള രജിസ്റ്റർ ചെയ്യലും റീകോൾ ചെയ്യുന്നതൊക്കെ തന്നെ അതിൻ്റെ ഫങ്ഷൻ അപ്പുറം, അതിൻ്റെ ദൈനംദിന ജീവിതത്തിലുള്ള ഫങ്ഷൻ അപ്പുറം
അത് എന്ന് വെച്ചാൽ ഫങ്ഷണൽ ആയിട്ടുള്ള അതിൻ്റെ അതായത് ഒരു നമ്മളിപ്പോൾ ഭക്ഷണ പദാർത്ഥം അല്ലെങ്കിൽ എന്തെങ്കിലും സർവൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒന്ന് നമ്മൾ സൂക്ഷിച്ചു വെക്കുകയും അത് തിരിച്ച് അവിടെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് തിരിച്ചത് വീണ്ടും നമ്മളത് റിക്കളക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളത് ആ പാസ്റ്റും ആ പ്രസൻറ്റും എന്നുള്ള ഒരു ഇത് നമുക്ക് ആവശ്യമായിട്ട് വരും. അതിനാണ് ഞാൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കണ്ടിന്യൂറ്റി, അതിൻ്റെ നെസസിറ്റി ഓഫ് ഗോയിങ് ബാക്ക് ആൻഡ് കമ്മിങ് ഫോർത്ത് എന്നുള്ള ആ സിറ്റുവേഷനാണ് അവിടെ ഫങ്ഷണലായിട്ടുള്ള ആ മെമ്മറിയെ, ആ ടൈം കൺസെപ്റ്റ് ഉണ്ടാക്കുക. മറ്റേ രീതിയിൽ പറയുകയാണെങ്കിൽ ആ ഇമാജിനറി ടെമ്പോറൽ ഇമാജിനേഷൻ എന്നുള്ളത് ഇതിനപ്പുറത്തുള്ള ടെമ്പോറൽ ഇമാജിനേഷൻ ഒരു അതിൻ്റെ ഒരു ഓപ്പറേഷൻ, അതിൻ്റെ ഒരു വ്യാപാരം നമ്മുടെ ആയിരിക്കലിനെ ക്വാളിഫൈ ചെയ്യുന്ന രീതിയിൽ വരികയാണ്. ഈ അത് നമ്മുടെ വെൽബീയിങ്ങുമായിട്ട് വെൽബീയിങ്ങിനെ പ്രത്യേക രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ബീയിങ്ങിനെ പ്രത്യേക രീതിയിൽ ക്യാരക്ടറൈസ് ചെയ്യും, അത് പ്രത്യേക രീതിയിൽ അഫക്റ്റ് ചെയ്യും. അതിലുള്ള നല്ലതും ചീത്തയും എന്താണെന്നുള്ളത് പ്രത്യേക രീതിയിൽ നിർണ്ണയിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അതാണ് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അത്തരത്തിലുള്ളൊരു ടെമ്പോറാലിറ്റി, അതായത് ഓണ്ടോളജിക്കലായിട്ടുള്ളതും സൈക്കോളജിക്കലായിട്ടുള്ള ടൈമും നമ്മുടെ ജീവിതത്തിനായിരിക്കലിനെ നിർണ്ണയിക്കുന്നൊരു രീതിയാണ്. അപ്പം അതുകൊണ്ടാണ് ഈ ഞാനിതിൻ്റെ കുറേ ഡീറ്റെയിൽ കുറേ പോകാവുന്നതാണ്, പക്ഷെ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഈ നമ്മുടെ വ്യവഹാരങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഭൗതിക വ്യവഹാരങ്ങളിൽ നിന്ന് ഈ രീതിയിലുള്ള ഒരു ടൈമിൻ്റെ സ്ട്രക്ചറിൽ നിന്നും മറ്റു രീതിയിലുള്ള വേറെ പല പ്രോസസ്സും ടൈമും തമ്മിലുള്ള പ്രോസസ്സിൻ്റെ അൺറിയാലിറ്റി ഓഫ് ടൈം എന്നുള്ള ഇതൊക്കെ സൂചിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഈ ബീങ്ങിനെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യ ജീവികളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നൽവാഴ്വിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ആയിരിക്കലിൻ്റെ ആ ഘടന, അത്തരത്തിലുള്ള ഒരു നൽവാഴിനെ കുറിച്ച് ഒരു അന്വേഷിക്കാൻ അത്തരത്തിലുള്ളൊരു ആയിരിക്കലിൻ്റെ ഘടനയിൽ സാധ്യമല്ല. അപ്പം അലർട്ട്നെസ് ഓഫ് ബീയിങ് എന്ന് പറയുന്നത് സോഷ്യലി അവെയർ ആവുന്നതുകൊണ്ടല്ല, സോഷ്യലി ഇപ്പോൾ സോഷ്യൽ ഇൻ്റലിജൻസ്, ഇപ്പം അതായത് സോഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളത് ഇത് പലപ്പോഴും സാമൂഹികമായി ജീവിക്കാൻ ആളുകൾക്ക് എന്തൊക്കെ എബിലിറ്റിയാണ് വേണ്ടതെന്നൊക്കെ ഉള്ള രീതിയിലാണ് സോഷ്യൽ ഇൻ്റലിജൻസ് പലപ്പോഴും നിർവഹിച്ച് കാണുന്നത്. ഈ പല പ്രത്യേകിച്ച് മാനേജ്മെന്റ് തുടങ്ങിയിട്ടുള്ള സോഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള പ്രത്യേക, അപ്പം അത് ആ സോഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള എബിലിറ്റീസ് ഈ നൽവാഴ്വിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾക്ക് അപര്യാപ്തമാണ്. കാരണം അത് ഈ നമ്മൾ ശരിക്കും നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഇത്. കാരണം വെച്ചാൽ നമ്മൾ ഇത്തരത്തിലുള്ള എബിലിറ്റീസ് ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഒരു സർവൈവലിന് ദ കോസ്റ്റ് ഓഫ് അതേഴ്സ് ബീയിങ് അൺവെൽ എന്നുള്ള അവരുടെ ബീയിങ്ങിനെ അസുസ്ഥിതമാക്കിക്കൊണ്ടുള്ള ഒരു സ്വന്തം ജീവിതം മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള ആണ് ഈ എബിലിറ്റീസ് വർക്ക് ചെയ്യുന്നത് മനുഷ്യരിൽ. അതായത് ഈ ഇപ്പോഴത്തെ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ഈ കറണ്ട് കണ്ടംപററി ക്യാപിറ്റലിസ്റ്റ് വേൾഡിൻ്റെ അകത്ത് ഈ ഒരു നായ മറ്റേ നായ തിന്നുന്ന ഒരു ലോജിക്ക് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും
സുസ്ഥിതമായിരിക്കാനുള്ള ഒരു സാധ്യത അത് തരുന്നില്ല. അതേപോലെ തന്നെയാണ് എല്ലാ മേഖലകളിലും, സാമൂഹികമായ മേഖലകളെല്ലാം തന്നെ അവര് കുടുംബമായി ജീവിക്കുമ്പോഴും മറ്റ് കമ്മ്യൂണിറ്റി ആയിട്ട് ജീവിക്കുമ്പോഴും മറ്റു തരത്തിലുള്ള കമ്പോളങ്ങളും പിന്നെ മറ്റ് ഭരണകൂടം, നീതിന്യായം, ഇതെല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ സോഷ്യൽ റിലേഷനിൽ, സോഷ്യൽ പ്രാക്ടീസിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് ഇതെല്ലാം തന്നെ അലർട്ട്നെസ് ഓഫ് ബീയിങ് അനുവദിക്കാത്തതാണ്. അലർട്ട്നെസ് ഓഫ് ബീയിങ്ങിന് പകരം അവയർനെസ് ഓഫ് സോഷ്യൽ എക്സിസ്റ്റൻസ്, ഇതാണ് എന്താണ് വേണ്ടത്, എന്താ ചെയ്യുക. ഈ രീതിയിലുള്ള ഒരു കോൺട്രാസ്റ്റ് എപ്പോഴും ഉണ്ട്. അതിൽ ചോദ്യങ്ങൾ സാധാരണ വരുന്നത് എങ്ങനെ നല്ല സൊസൈറ്റി ഉണ്ടാക്കുക, എങ്ങനെ സമയം ചെയ്യിക്കാൻ, ഇപ്പോഴത്തെ ഇതിനെ എങ്ങനെ മാറ്റാം, സമയം മാറ്റത്തെ എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അതിൻ്റെ അകത്ത് നിന്ന് തന്നെയുള്ള ലോജിക്കിൽ നിന്നാണ് വരുന്നത്. ഈ ലോജിക്ക് അത് ഒന്നിനെതിരായി ഒരു കാഴ്ചപ്പാടിനെതിരായി മറ്റൊരു കാഴ്ചപ്പാട് ഉണ്ടാവുകയും അത് പ്രബലമാവുകയും അത് ഡോമിനേറ്റ് ചെയ്യുന്നു കൂടിയിട്ട് മറ്റതിൻ്റെ മുമ്പുണ്ടായിരുന്ന കാഴ്ചപ്പാടിൽ ബേസ് ചെയ്തുകൊണ്ടുള്ള ഇതിൻ്റെ ദോഷങ്ങൾ ആ സിസ്റ്റത്തെ മാറ്റിക്കൊണ്ട് പരിഹരിക്കാൻ പറ്റുമെന്നുള്ള ഒരു രീതിയിലുള്ള നീക്കങ്ങൾ, അത് വേറൊരു രീതിയിലുള്ള കാഴ്ചപ്പാടും അതുണ്ടാക്കുന്ന സിസ്റ്റവും ആ സിസ്റ്റത്തിൻ്റെ അകത്തുള്ള ദുരന്തങ്ങളുമാണ് നമുക്ക് പ്രദാനം ചെയ്യാൻ സാധിക്കുള്ളൂ. അതിൻ്റെ കാരണം വെച്ചാൽ ഈ സിസ്റ്റമിക് ആയിട്ടുള്ള തിങ്കിങ് തന്നെ, ഈ വ്യവഹാരത്തിൻ്റെ അകത്തുള്ള എൻഡാങ്കിളായ തിങ്കിങ് തന്നെ, അതിലുള്ള അവയർനെസ്സിൻ്റെ പരിമിതി കാരണം അതൊരിക്കലും മനുഷ്യരുടെ സാമൂഹികമായ അല്ലെങ്കിൽ ഗ്ലോബലായിട്ടുള്ള മനുഷ്യരുടെ ദുരന്തങ്ങൾക്കൊരു പരിഹാരമായിട്ട് ഒരിക്കലും വരില്ല. അതുകൊണ്ടാണ് ഒരു അലർട്ട് ഈ സ്വന്തം ബീയിങ്ങിനെ പറ്റിയിട്ടുള്ള അലർട്ട്നെസ് ഉണ്ടാവണമെങ്കിൽ ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ ഉണ്ടാവണമെന്ന് ഞാൻ പറഞ്ഞു. അതായത് അതൊരു പാർട്ടി അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട്, ഒരു പ്രസ്ഥാനം അല്ല അലർട്ട്നെസ്സിൻ്റെ ഫ്രെയിം, അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട്, ഒരു വ്യവഹാരം, ഒരു മതം, അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിലുള്ള അല്ലെങ്കിൽ സയൻസ്, ഇങ്ങനെയുള്ള പ്രത്യേക രീതിയിലുള്ള അറിവ്, ഇതല്ല അതിൻ്റെ ആ അലർട്ട്നെസ്സിൻ്റെ കണ്ടീഷൻ. അത് ഈ അറിവിനെ പറ്റിയിട്ട്, സാമൂഹികമായ അറിവിൻ്റെ പറ്റി പറയുകയാണെങ്കിൽ the more you know, the less you are aware എന്നാണ് എനിക്ക് തോന്നുന്നത്. The more you know means, the more you are informed means, the more your perception will be biased. ഇത് ഞാനൊരു പുതിയ കാര്യം ഒന്നില്ല പറയുന്നത്. അപ്പം നമ്മൾ ഞാൻ പറയാ വെച്ചാൽ ഇത്തരത്തിലുള്ള അറിവുകളെയും കാഴ്ചപ്പാടുകളെയും വ്യവഹാരങ്ങളെയും ഒരു ടൈമിലാണ്, അത് ഒരു സമയഘടനയിലാണ് അത് നിബന്ധിച്ചിട്ടുള്ളത്. സോ വെൻ സപ്പോസ് ടൈം ഗോസ് ടൈം സ്റ്റില്ലാവുക എന്ന് വിചാരിക്കുക, ടൈം പ്രവർത്തിക്കുന്നില്ല എന്ന്. ടൈം എന്നുള്ള സ്റ്റില്ലാന്ന് വെച്ചാൽ നമ്മുടെ ഒണ്ടോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ടൈം സസ്പെൻഡ് ചെയ്യുന്ന സമയത്ത്, അതായത് ടൈം നിൽക്കുമ്പോൾ നമ്മൾ എന്തിനാണ് അവലംബിക്കുക, എന്തിനുള്ള അവയർനെസ് ആണ് നമുക്കുണ്ടായത്, എന്താണ് അവലംബമായിരിക്കാൻ നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നമ്മളെ മനസ്സിലാക്കാൻ സാമൂഹികമായിട്ടുള്ള നിലനിൽക്കുന്ന വ്യവഹാരങ്ങളുടെ അകത്തു നിന്നുള്ള മനസ്സിലാക്കലിനെ സസ്പെൻഡ് ചെയ്യാണ് ടൈം സ്റ്റില്ലാവാന്ന് പറഞ്ഞു. ടൈം നിർത്താണ്, കാരണം ടൈമിലാണ് ഇത് മുഴുവൻ നിബന്ധിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അലർട്ട്നെസ് ഓഫ് ബീയിങ് എന്ന് പറയുന്നത് ഒരു സസ്പെൻഷനാണ് ആക്ച്വലി. കാരണം അവിടെ ജഡ്ജ്മെന്റിന്റെ സസ്പെൻഷനൊക്കെ വരുന്നുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഹാബിറ്റ് ഫോം ചെയ്യുന്നത്, ശീലങ്ങൾ ഫോം ചെയ്യുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശീലങ്ങൾ ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു പെർസെപ്ഷനോ തീരുമാനങ്ങൾ അവലംബിച്ചുണ്ടാകുന്ന പ്രവൃത്തികളോ അല്ല ഹാബിറ്റിനുണ്ടാക്കുക. അതായത് നമ്മൾ വ്യവഹാരങ്ങൾ
ഇന്ന് ഇന്ന് ആണ് ഇന്നത് ചെയ്യണമെന്നുള്ള രീതിയിൽ മനുഷ്യരെ സ്വാധീനിക്കുക. അത് പ്രകാരം അതനുസരിച്ച് നമ്മൾ ജഡ്ജ് ചെയ്യുകയും ആക്ട് ചെയ്യുകയും ചെയ്യുക മാത്രമല്ല നമ്മുടെ ഈ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതായത് ഈ വ്യവഹാരങ്ങൾ അല്ലെങ്കിൽ വ്യാവഹാരികമായ ജീവിതം നമുക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഗുണം മനുഷ്യർക്ക് തന്നിട്ടുണ്ട്. അത് ഹാബിറ്റാണ്. അതായത് ഏജന്റീവ് അല്ല, നോൺ ഏജന്റീവാണ് ഇതിൻ്റെ ഒരു ഹാബിറ്റിൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ അത് എൻടാങ്കിൾമെന്റിനെ വളരെ വേഗത്തിൽ ഉറപ്പിക്കുന്നുണ്ട് ഹാബിറ്റ്. നമ്മൾ പല കാര്യങ്ങളും പിന്നെ ഇന്റലക്ച്വൽ ജഡ്ജ്മെന്റിൽ കൂടിയിട്ടല്ല ചെയ്യുന്നത്. ഹാബിറ്റ് അതിന് അത് മനുഷ്യര് ചെയ്തു പോവുകയാണ് പല കാര്യങ്ങളും. ആരും ഒരു ഇന്റൻഷനലായിട്ട് ബോധപൂർവമായ, അതായത് കോടതികളൊക്കെ വിധിക്കുന്ന റെസ്പോൺസിബിൾ ഇന്റൻഷനൽ ആക്ട് എന്നൊക്കെ പറയുന്ന പല കാര്യം കോടതികൾ ഇപ്പോൾ ഒരു കുറ്റത്തിനെ വിധിക്കുന്നത് ഇന്റൻഷണൽ റെസ്പോൺസിബിൾ ഏജന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ആൻ ആക്ഷൻ എന്നുള്ളത് വാസ്തവത്തിൽ ഭൂരിഭാഗവും ഒരു ഹാബിറ്റിന്റെ ഉൽപ്പന്നമാണ്. ഹാബിറ്റ് എന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ ബ്രോഡർ ആയിട്ടുള്ള അർത്ഥത്തിൽ, അതായത് ഒരാളുടെ ചിന്ത എങ്ങനെ നീങ്ങുന്നു എന്നുള്ളത് കൂടി അതിൽ ഇൻവോൾവ് ആണ്. ഒരു ചിന്തിക്കുമ്പോൾ എവിടേക്കാണ് ചായുന്നത് ഒരു അയാളുടെ പ്രവൃത്തിയിൽ അയാൾ ചിന്തിക്കുമ്പോൾ ഒരു പ്രവൃത്തിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അയാളുടെ ചിന്ത എവിടേക്കാണ് ചായുന്നത് എന്നുള്ളതും ഹാബിറ്റാണ്. അതായത് അതിൻ്റെ അകത്ത് അത് വെറുതെ ഉണ്ടായിപ്പോകുന്ന ഒരു കാര്യമല്ല. അത് ഞാൻ പറഞ്ഞ അതിൻ്റെ പിന്നിൽ ഒരു ആയിരിക്കലിൻ്റെ ഒരു പ്രത്യേക എൻടാങ്കിൾഡ് ആയിട്ടായിരിക്കുന്നതിൻ്റെ ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ ഈ നമ്മുടെ ഇപ്പൊ അവയർനെസ്സിനെ സംബന്ധിച്ചുള്ള അലർട്ട്നെസ് ഓഫ് ബീയിങ്ങിന്റെ ഒരു അലർട്ട്നെസ് ഓഫ് ബീയിങ് എന്നുള്ളത് ഈ അതായത് റാഡിക്കലായിട്ടുള്ള ഈ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഒരു അവയർനെസ്സിന്റെ ലെവലിലുള്ള ഒരു നീക്കത്തിൻ്റെ ആവശ്യമായിട്ടുള്ള അവയർനെസ് വെറുതെ ഒരു സിസ്റ്റം കൊണ്ട്, ഒരു സാമൂഹ്യ സമ്പ്രദായം കൊണ്ട് മാത്രം ഇല്ലാതാവുന്നില്ല, മറിച്ച് ആ ഹാബിറ്റ് തന്നെ അതിന് എതിരായിട്ടും വന്നു. അതായത് അത്രയും ഡീപ്പ് റൂട്ടഡാണ് സിസ്റ്റത്തിൻ്റെ ഒരു ബോഡിയുടെ മേലുള്ള ഇൻസ്ക്രിപ്ഷൻ. ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞു വെച്ചാൽ അലർട്ട്നെസ് അവിടെ വീണ്ടും ഈ തൃണമൂല തലത്തിലേക്ക് തന്നെ പോകേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെ സസ്പെൻഷൻ ഹാബിറ്റിലേക്ക് പോകുമ്പം ഒരു ഹാബിറ്റ് നമ്മൾ ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന സമയത്ത് ആ ഹാബിറ്റിനെ പറ്റി തന്നെയുള്ള ഒരു അവയർനെസ് ഈ ബോഡി ആർജിക്കുക എന്നുള്ളത് വളരെ പ്രധാനം. അതായത് ഒരു ചിന്തയുടെ ഒരു കാര്യം ജഡ്ജ് ചെയ്യുമ്പോൾ നമുക്ക് സമൂഹത്തെ പറ്റി അല്ലെങ്കിൽ സാമൂഹികമായ ജീവിതത്തെപ്പറ്റി അല്ലെങ്കിൽ ഒരു കാര്യം എന്താണ് ചെയ്യേണ്ടതെന്നുള്ള പറ്റിയുള്ള കാഴ്ചപ്പാടുകളൊക്കെ തന്നെ ഇനി എന്താ ചെയ്യേണ്ടത്, പിന്നെ നമ്മളെ ന്യായീകരിക്കൽ, നമ്മൾ ലെജിറ്റിമേറ്റ് ചെയ്യുന്ന രീതി, നമ്മൾ അനുഭാവപൂർവ്വമോ അല്ലാതെയോ നമുക്ക് ഒരു കാര്യങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം ഉണ്ടാവുന്ന സമയത്ത് അതിനോട് അലർട്ടാവുക എന്നുള്ളത് നമ്മളെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മളെ സാമൂഹികമായി സംസ്ഥാപിക്കുന്ന എല്ലാ ഈ ശക്തിധാരകളെ മുഴുവൻ തന്നെ ഒക്കെ എതിരായിട്ട് അതിനെതിരായിട്ട് നമ്മൾ അലർട്ടാവുക എന്നാണ്. അപ്പൊ അത് മാത്രമല്ല, അതിലെ ആ ശീലങ്ങൾ തന്നെ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോകുന്ന സമയത്ത് ആ ചെയ്യാൻ പോകുന്നത് മുമ്പേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാവുകയും ആ ചെയ്യാനുള്ള പ്രഷർ ശരീരം തന്നെ ആർജിക്കുകയും ചെയ്യാനുള്ള ആ പ്രവണത ശരീരം തന്നെ ആർജിക്കുകയും നമ്മൾ നോൺ ഏജന്റീവായിട്ട് തന്നെ അത് ചെയ്യാൻ പോവുകയും ചെയ്യുന്ന അവസ്ഥ, അത് ഈ അലർട്ട്നെസ്സിന്റെ അതായത് സാമൂഹികമായ നന്നായിരിക്കുന്നതിൻ്റെ ഒരു
അതിനെ മനസ്സിലാക്കാനുള്ള നമ്മുടെ ത്രാണിയെ അത് കുറക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അത് ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുള്ള എൻടാങ്കിൾമെന്റിന്റെ ഒരു പ്രശ്നം കൂടിയാണ്. എൻടാങ്കിൾമെന്റിന്റെ ഒരു പ്രകൃതത്തെ കുറിച്ചുള്ള ചോദ്യത്തിലേക്കാണ് ഇത് നീങ്ങുക. അതായത് ഒരു വസ്തു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു നമ്മുടെ ഒരു ജീവിതം തന്നെ, ഈ സാമൂഹിക ജീവിതം എന്നുള്ള ഒരു സൊസൈറ്റൽ ആനിമേഷന്റെ ഒരു പ്രോഡക്റ്റായിട്ട് സങ്കല്പിക്കാവുന്നു. അതായത് ഈ ഞാൻ പറഞ്ഞ അതെങ്ങനെ തിയറിറ്റിക്കലായിട്ട് അങ്ങനെ സങ്കല്പിക്കാവുന്നു. പക്ഷേ നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഈ സൊസൈറ്റൽ ആനിമേഷൻ എന്നുള്ളത് നമ്മൾ ഓരോ മൊമെന്റ് എന്ന് വെച്ചാൽ ഓരോ മുഹൂർത്തത്തിലും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ കോണ്ടെക്സ്റ്റിൽ പ്രകടനത്തിലും നമ്മൾ അതായിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആയിരിക്കുക. ഇപ്പോൾ കൊല്ലുക, ദ്രോഹിക്കുക, സ്നേഹിക്കുക, ഇങ്ങനെ അല്ലെങ്കിൽ ഒരു കാര്യം നിർമ്മിക്കുക, പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുക, ഇങ്ങനെ ഇതിലൊക്കെ തന്നെ ആ സൊസൈറ്റൽ ആനിമേഷൻ എന്നുള്ളത് നമ്മൾ പ്രത്യേക രീതിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പ്രോസസ്സിന്റെ കാര്യം പറഞ്ഞ പോലെ പ്രത്യേക രീതിയിൽ ഒരു സ്പെഷ്യലായിട്ട് മെറ്റീരിയലൈസ് ചെയ്യപ്പെടുക ചെയ്യുന്നത്. അപ്പം ആ തിയറിറ്റിക്കലായിട്ടുള്ള ഒരു പെർസെപ്ഷൻ കൊണ്ട് ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് ഒരു സോഷ്യോളജിക്കൽ അല്ലെങ്കിൽ ഇക്കണോമിക് അങ്ങനെയുള്ള സൈക്കോളജിക്കലായിട്ടുള്ള വിവരണോപാധികൾ കൊണ്ട് ഇത് വിശദീകരിച്ചാൽ നമ്മൾ ഒരിക്കലും എൻലൈറ്റൻഡ് ആവുന്നില്ല ആ കാര്യത്തിൽ. നമ്മൾ അതിനെ കൺഫ്രണ്ട് ചെയ്യാനോ അതിനെ അഭിമുഖീകരിക്കാനുള്ള നമ്മുടെ കഴിവിനെ അത് ഒരിക്കലും സ്വാധീനിക്കുന്നില്ല. ബിക്കോസ് നമ്മൾ ഈ ഹാബിറ്റിൻ്റെയും ഈ പ്രോസസ്സിൻ്റെ മെറ്റീരിയലൈസേഷൻ്റെയും ആ റട്ടിലാണുള്ളത്, നമ്മൾ അതിൻ്റെ അകത്താണുള്ളത്. ഇതാണ് നമ്മുടെ ഈ ആനുഭവികം ആയിട്ടുള്ള നമ്മുടെ ഈ ആനുഭവികതയാണ് യഥാർത്ഥത്തിൽ സാമൂഹിക ജീവിതത്തിൻ്റെ ഒരു പ്രശ്നമായിരിക്കുന്നത്. അതാണ് നമ്മളെ ഈ അലർട്ടാവാനുള്ള നമ്മുടെ സാധ്യതകൾ അടച്ചു കളയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ് വളരെ സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ്. അതായത് ഈ അലർട്ട്നെസ്സിനെ അലർട്ട്നെസ്സിലേക്ക്, അതായത് ആയിരിക്കലിനെ സംബന്ധിച്ചുള്ള ശരീരമായിരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ പരസ്പരം ബന്ധപ്പെട്ട് ജീവിക്കുന്നതിൻ്റെ ഒരു സാമൂഹികമായി ജീവിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു അലർട്ട്നെസ്സിലേക്ക് നമ്മൾ എത്തുന്നതിന് പ്രതിബന്ധമായിട്ടുള്ള ഒരു ജീവിത രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് വെച്ചാൽ ഈ നമ്മൾ എങ്ങനെ ഈ മനുഷ്യരുടെ ആയിരിക്കലിനെ സുഷ്ടുവാക്കാൻ പറ്റുമെന്നുള്ളത്, അതായത് നന്നായിരിക്കാൻ, അതിനെ നല്ലതാക്കാൻ എങ്ങനെ പറ്റും എന്നുള്ള ചോദ്യം അതിൻ്റെ അകത്ത് തന്നെ വരാൻ സാധ്യതയില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു പോയിന്റ്. അപ്പം ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ ഒരു ചോദ്യത്തിലേക്ക് വീണ്ടും കിടക്കാം. എന്താണ് യോഗ്യത? എപ്പോഴാണ് ആളുകൾ യോഗ്യരാകും? ആരാണ് യോഗ്യരാകുന്നത്? അതുകൊണ്ട് ഇപ്പോൾ ഈ തൃണമൂൽ തലം എന്നുള്ള ആശയം, ആ ഒരു ഇമേജും ഈ യോഗ്യതയെ സംബന്ധിച്ച ഒരു കാര്യം പോയിന്റും, അത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ട ഒന്നാണ്. അത് ഇത് നന്നായിരിക്കാനുള്ള വെൽബീയിങ്ങിനെ സംബന്ധിച്ചുള്ള നൽവാഴിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾക്ക് പര്യാപ്തമായി യോഗ്യമാവാൻ ആളുകൾക്ക് എന്ത് തരത്തിലുള്ള ആളുകൾ ഏത് രീതിയിലുള്ള ഏത് കണ്ടീഷനിലായിരിക്കണം എന്നുള്ള ചോദ്യം ഞാൻ നേരത്തെ ഉന്നയിച്ചു. അതെങ്ങനെയാ വെച്ചാൽ അവർക്ക് ഒരു യോഗ്യതയുടെ ആവശ്യമില്ല. അവരൊരു സോഷ്യോളജിസ്റ്റോ ഒരു പൊളിറ്റീഷ്യനോ എക്കണോമിസ്റ്റോ സയൻറ്റിസ്റ്റോ ഒന്നും ആവേണ്ട ആവശ്യമില്ല. അവർ ഒന്നും ആവാതിരുന്നാൽ മതി. അവരുടെ യോഗ്യത എന്ന് പറഞ്ഞാൽ സിമ്പിൾ അലർട്ട്നെസ് ആണ്. അതായത് ഈ അലർട്ട്നെസ് എന്നുള്ളത് അതിൻ്റെ സിമ്പിൾ എന്ന് വെച്ചാൽ എവ്രി വൺ ഈസ് ക്വാളിഫൈഡ്. എല്ലാവരും, കാരണം അതിൽ പ്രിവിലേജ്, ഞാൻ നേരത്തെ പറഞ്ഞ പ്രിവിലേജായിട്ട് ആരുമില്ല. അതായത് വിദ്യാഭ്യാസം ഒന്നും അതിൻ്റെ പ്രശ്നമില്ല. കാരണം അവർ ഈ ജീവനുണ്ട്, ആ ജീവിതത്തിൽ അവർക്ക് ഈ ശരീരത്തിൻ്റെ ഒരു
ഡ്രൈവുകൾ ഇതൊക്കെ ഉണ്ട്. ദേ നോ ദർ ബോഡി ആക്ച്വലി. ദേ ആർ ബോഡി മീൻസ് ദ ബോഡി വിച്ച് ദേ ആർ അവെയർ ഓഫ്. അതായത് ഡ്രൈവ്സിൽ കൂടിയിട്ടും മറ്റ് തരത്തിലുള്ള അഫക്റ്റുകൾ കൂടിയിട്ടും കൊഗ്നിറ്റീവായിട്ടുള്ള മറ്റ് രീതിയിലുള്ള പ്രോസസ്സിലൂടെയും അവെയർ ആവുന്ന ആ ബോഡി, അതായത് റിഫ്ലെക്സീവ് ആയിട്ടുള്ള ബോഡി, ദാറ്റ് ഈസ് സഫിഷ്യൻ്റ് ആക്ച്വലി. പക്ഷെ അതിൻ്റെ അപര്യാപ്തത വരുന്നത് അതിൻ്റെ മേലെ സൂപ്പർ ഇമ്പോസ്ഡ് ആയിട്ടുള്ള അറിവുകൾ മാത്രമാണ്. അപ്പൊ ഈ അറിവുകൾ but the more they know about themselves, it means objectively ആണല്ലോ ഇപ്പോൾ എവർ എന്നുള്ള അർത്ഥത്തിൽ they know about themselves എന്ന് പറയുമ്പോൾ സോഷ്യലി ഈ ഒരു സെൽഫ് ഐഡന്റിറ്റി അങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രൊഫഷണലായിട്ടുള്ള അവരുടെ സാമൂഹിക ധർമ്മങ്ങൾ അങ്ങനെ പല കാര്യങ്ങൾ കൂടി അവയർനെസ് ആവുന്നു. ആ രീതിയിലുള്ള ഒരു അവയർനെസ് എന്നുള്ളത് അതാണ് ഒരേ ഒരു പ്രതിബന്ധമായിട്ടുള്ളത്. സോ therefore everybody is qualified when they are not affected by or influenced or prevented by intervened by the social സിസ്റ്റത്തിന്റെ ആ ധാരണകളിൽ കൂടി അതിനെ ഇന്റർവീൻ ചെയ്യപ്പെടാതെ നിൽക്കാൻ എല്ലാവരും പ്രാപ്തരാണ് എന്ന അർത്ഥത്തിൽ. കാരണം കൂടുതൽ അറിഞ്ഞുകൊണ്ട് നമ്മളിപ്പം കൂടുതൽ ഇപ്പോൾ സൊസൈറ്റി പറ്റിയിട്ടും മറ്റു രീതിയിൽ ഇന്റലക്ച്വൽ ഓപ്പറേഷൻസ്, സൈക്കോളജി, അങ്ങനെ പല കാര്യങ്ങളും ലോകത്ത് സാമൂഹികമായ ജീവിതത്തിൽ രാഷ്ട്രീയമായിട്ട് ആളുകളെ മാനേജ് ചെയ്യുക, ഇങ്ങനെ പല കാര്യങ്ങളുള്ള സ്കില്ലുകളും പിന്നെ നോളജും ഒക്കെ തന്നെ എക്സ്പെർട്ടീസും ഒക്കെ തന്നെ ഒന്നും തന്നെ ഇതിനാവശ്യമില്ല. അതായത് ഒരു റെവല്യൂഷൻ, ഒരു മാറ്റത്തിന് ആരും തന്നെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആരും തന്നെ ഒരു ലീഡർ ആവാൻ യോഗ്യതയുള്ള ആളാണ്. ആർക്കും സവിശേഷമായ യോഗ്യതയില്ല ഇതിനൊന്നും തന്നെ. ഈ അറിവിന് അവരാർജിച്ചിട്ടുള്ള അറിവിന് അവരെ സമാജത്തെ ഭയങ്കര മെറ്റിക്കുലസ് ആയിട്ടുള്ള അതിസൂക്ഷ്മമായിട്ടുള്ള ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഓപ്പറേഷനിലൊക്കെ തന്നെ അതൊന്നും തന്നെ അവർ രക്ഷപ്പെടുത്താൻ പറ്റില്ല ഈ ജീവിതത്തിന്റെ. ആയിരിക്കില്ല അങ്ങനത്തെ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വെച്ചാൽ അതിന് എല്ലാവരും യോഗ്യരാണ് ഇഫ് ദേ ആർ അലർട്ട്. അതായത് അപ്പോണ്ട് ഞാൻ പറയുക വെച്ചാൽ ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ എന്ന് പറയുന്നത്, ഈ തൃണമൂല തലം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു അവയർനെസ്സിന് ആളുകൾ വരാൻ പറ്റാന്നുള്ളത്, അതാ യോഗ്യത ആക്ച്വലി. അതിലൊരാളും വേറൊരാളെ ലീഡ് ചെയ്യാനോ സ്വാധീനിക്കാനോ ഒന്നും തന്നെ യോഗ്യരല്ല ആർക്കും. അത് വെച്ചാൽ ക്വാളിഫൈഡ് അല്ല ആളുകളൊന്നും തന്നെ. കാരണം എല്ലാവരും ഈക്വലായിട്ട് ആയിരിക്കലിൻ്റെ ഒരു ഈ ആയിരിക്കുന്ന എന്നുള്ള അർത്ഥത്തിൽ ആ തൃണമൂല തലത്തിലെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഈക്വലാണ്. ആ ശരീരം അതിൻ്റെ പലതരത്തിലുള്ള ഡ്രൈവുകളും സാമൂഹികമായിട്ട് ഇനി എങ്ങനെ ആവണം എന്നുള്ള സംബന്ധിച്ചിടത്തോളമുള്ള അവരുടെ വളരെ വളരെ പ്രിമിറ്റീവായിട്ടുള്ള അജ്ഞതയും വളരെ ആഴത്തിലുള്ള അവരുടെ അജ്ഞതയും ഒക്കെ തന്നെയാണ് അതിൻ്റെ യോഗ്യതയായിട്ടുള്ളത്. അതായത് they don't know how to proceed, don't know how to go about things എന്നുള്ളത്. കാരണം അതിലെല്ലാം ആ അറിവുകൾ ഞാൻ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ അവരാർജിച്ചിട്ടുള്ള അറിവുകളൊക്കെ തന്നെ അവരെ വിഭജിക്കാനാണ് സാധ്യത. കാഴ്ചപ്പാടുകളൊക്കെ തന്നെ അവര് എങ്ങനെയായിരിക്കും നന്നായിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യത്തിന് വളരെ വിഭിന്നമായ, പരസ്പര വിരുദ്ധമായ, പിന്നെ കോൺഫ്ലിക്റ്റിലേക്ക് പോകുന്ന ഓപ്പോസിങ് ആയിട്ടുള്ള പല റിസൾട്ടും ഉണ്ടാക്കുക. കാരണം അത് ഇന്നത്തെ സ്ഥിതിയെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ മാത്രമേ ഉപയോഗിക്കൂ. അതാണ് ഇപ്പം ഈ ഒരു മറ്റു നായത്തിൽ നിന്ന ഒരു സമ്പ്രദായത്തിൻ്റെ ഒരു സാമൂഹിക ജീവിതത്തെ, അല്ലെങ്കിൽ ഒരു ബേസിക്കലി സമ്പത്തിനാലും ഈ പണത്തിനാലും
നിയന്ത്രിക്കപ്പെടുന്ന, അതേപോലെ തന്നെ അതിനൊരു ആലങ്കാരികത കൊടുക്കുന്ന ഭൗതികമായ പ്രവർത്തനങ്ങളാലും ലക്ഷണീകരിക്കപ്പെടുന്ന ഒരു സാമുദായിക ഒരു സമ്പ്രദായത്തിന് നിന്ന് ആ സമ്പ്രദായം തരുന്ന ദുരിതങ്ങളിൽ നിന്ന് ആളുകൾക്ക്, മനുഷ്യർക്ക് മോചിതരാവാൻ അവർക്ക് ആകെയുള്ള ഒരേ ആയുധം, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും സിമ്പിൾ, അതിന് യാതൊരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്തൊരു ആയുധം എന്ന് പറയുന്നത് സിമ്പിളി അലർട്ട്, ബീയിങ് അലർട്ട് എന്ന്. ബീയിങ് അലർട്ടിൻ്റെ റാഡിക്കൽ സെൻസ്, അതായത് ഒരു ഗ്രാസ് റൂട്ട് ലെവലിലുള്ള അവയർനെസ്. ഇതാണ് എനിക്ക് ഇപ്പം പറയാനുള്ളത്. ഇനി ചർച്ചകളിലൂടെ വേണമെങ്കിൽ നമുക്ക് തുടരാം.